Prelims killer. Prelims killer. Prelims killer. Prelims killer. Prelims killer. Prelims killer. പ്രിലിംസ് കില്ലറിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ലീഡിലേക്ക് അടുപ്പിച്ചത് ആ ഒരു ഇന്നോവേറ്റീവ് അപ്രോച്ചാണ്. UPSC എക്സാമിനോട് ലീഡിൻ്റെ ഇന്നോവേറ്റീവ് അപ്രോച്ച്. ഇപ്പോൾ UPSC ക്ലാസിക്സ് ഒക്കെ ആണെങ്കിലും കൺസിസ്റ്റൻ്റ്ലി ഞാൻ 3 തവണ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ക്ലാരിറ്റി തന്നിട്ടുള്ളത് UPSC ക്ലാസിക്സ് പോലെയാണ്. പിന്നെ ലീഡിലൊരു സിസ്റ്റം ഉണ്ട്. ആദ്യം ടെസ്റ്റ് സീരീസ് നടക്കുന്നു, പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷനായിട്ട് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് ടാർഗറ്റ് വരുമ്പോൾ കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്ലാരിറ്റി എനിക്ക് പ്രിലിംസ് കില്ലറിൽ എപ്പോഴും തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ക്ലാസിക്സിന് മുമ്പ് ഭയങ്കര മാജിക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സാർ ഇങ്ങനെ ലോജിക്ക് വെച്ച് സോൾവ് ചെയ്യുന്നു, ഫാക്ട് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നു, ഭയങ്കര സംഭവമായിട്ട് തോന്നും. ബട്ട് ഇവഞ്ച്വലി ക്ലാസ് കേട്ടിട്ടാണ് നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് വണ്ടർഫുൾ പ്രോഗ്രാം. പിന്നെ ഇത് രണ്ടും അല്ലാതെ പറയാനാണെങ്കിൽ റൗണ്ട് ടേബിൾ സെഷൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇതേപോലത്തെ മാജിക്കാണ് അവിടെയും. കൺസിസ്റ്റൻ്റ്ലി അതിന് പോയിട്ടാണ് എനിക്കും ആ ഒരു ലോജിക്കൽ ആ ഒരു അപ്രോച്ച് കിട്ടിയത്. നേരത്തെ തന്നെ എൻ്റെ പ്രിലിംസ് പ്രിപ്പറേഷൻ ട്രാക്കിലാക്കാൻ സാധിച്ചത് കാരണം അപ്പോൾ അതിലും ഇതേപോലെ മാസ്റ്റേഴ്സ് ബ്രീഫിംഗ് ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രയോറിറ്റി ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് ഞാൻ പഠിച്ചു. ടെസ്റ്റ് ആണെങ്കിൽ റെഗുലർലി അറ്റൻഡ് ചെയ്തു. സോ അത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ശരിയാക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി എനിക്ക് പഠിക്കാൻ പറ്റി. UPSC ക്ലാസിക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, PYQs അനലൈസ് ചെയ്യുന്ന പ്രോഗ്രാം, അത് ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ പ്രിലിംസിൻ്റെ മുന്നേയും കണ്ടിട്ടുണ്ട്. ക്ലിയർ ചെയ്യാത്ത 2022 പ്രിലിംസിനൊഴികെ ബാക്കി ക്ലിയർ ചെയ്ത എല്ലാ സമയത്തും അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുള്ള സാറ് പറഞ്ഞ ഓരോ ഡിഫറെൻറ്റ് ടെക്നീക്സ് ഒക്കെ മാറി മാറി എഴുതി വെച്ച് ഓരോ ആൻസറും ഞാൻ തന്നെ അനലൈസ് ചെയ്യായിരുന്നു. എനിക്കത് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്ത സ്ട്രാറ്റജിയാണ് സാറിൻ്റെ ക്ലാസിക്സ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് പ്രിലിംസ് ക്ലിയർ ചെയ്ത സമയത്താണ് ശരത് സാറിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ എങ്ങനെ അതിൻ്റെ സ്ട്രാറ്റജി അപ്രോച്ച് ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ PYQവിൽ അത് അപ്ലൈ ചെയ്യുമായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ശരത് സാറിൻ്റെ സ്ഥിരം പ്രിലിംസ് ക്വസ്റ്റ്യൻ എത്ര റൗണ്ട് ചെയ്തു, എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു, എത്ര തെറ്റി, എത്ര ശരിയായി എന്ന് ഒന്നുകിൽ ശരത് സാറിൻ്റെ അല്ലെങ്കിൽ അനൂപ് സാറിൻ്റെ മെസ്സേജ് വരും. ആ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര വാല്യൂബിൾ ആണ്. ഇവിടെ എന്താണ് ഒരു എക്സാം ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, എവിടെ ചെയ്യണം, എത്രത്തോളം ചെയ്യണം, ദാറ്റ് ഓൾ വാസ് ഗിവൻ ബൈ അനൂപ് സർ ആൻഡ് ശരത് സർ ഇൻ ദിസ് സ്കീം ഓഫ് എക്സാമിനേഷൻ ആൻഡ് ദിസ് പ്രിപ്പറേഷൻ. And their focus on practice really played a very crucial role. I still remember Sharath sir used to run behind us asking നിങ്ങൾ എത്ര പേപ്പർ സോൾവ് ചെയ്തു, എന്തൊക്കെ ചെയ്തു, റൗണ്ട് ടേബിൾ. ആൻഡ് ഓൾസോ എന്താണ് ഈ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഫോക്കസ് an important part in the success for me in the civil services examination. അവസാനത്തെ 2 മാസത്തെ ആ റിവിഷൻ ക്ലാസ്സസും ലോജിക്കൽ സെഷൻസും ആയിരുന്നു എൻ്റെ പ്രിലിംസിൽ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് റിവിഷൻ ക്ലാസ്സസ് ആയിരുന്നു ഫൈനലി ഞാൻ റിവൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക്. അതിനകത്തുള്ള ടോപ്പിക്ക് ചില ടോപ്പിക്സ് അതുപോലെ തന്നെ പ്രിലിംസിൽ വരാനും ഇടയായിരുന്നു. അപ്പം അതായിരുന്നു എനിക്ക് വലിയൊരു ബൂസ്റ്റ്. ഇവിടെ പ്രിലിംസ് കില്ലർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പ്രിലിംസിന് വേണ്ടി. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ. ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷന് എന്ന് പറയുന്നൊരു നോവൽ കാര്യം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ലീഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഇടയാകുന്നത്. ലീഡിൻ്റെ ആ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ഇഷ്ടമായി. അതേപോലെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എസ്പെഷ്യലി ശരത് സാറിൻ്റെ ക്ലാസ്സസ് ഓൺ എലിമിനേഷൻ ടെക്നിക്സ്, ഡിഫറെൻറ്റ് ട്രിക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടപ്പോഴാണ് ഓക്കെ ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആ ഒരു പെട്ടെന്ന് ഫാക്ട്സ് എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ആദ്യം 2020 ലോക്ക്ഡൗൺ ടൈമിൽ പ്രിലിംസ് കില്ലർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഫസ്റ്റ് ലീഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതിൽ എൻ്റെ മെൻറ്റർ ശരത് സാറായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് ഒരുപാട് ഈ ലോജിക്കൽ എലിമിനേഷൻ സ്കിൽസിൻ്റെ ഒരു ബേസിക്സ് കാര്യങ്ങൾ കുറച്ചധികം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ UPSC ക്ലാസിക്സ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ തേർഡ് അറ്റംപ്റ്റിൻ്റെ പ്രിലിംസിന് മുമ്പ് ഞാൻ ജസ്റ്റ് UPSC ക്ലാസിക്സ് കണ്ടിട്ടാണ് പോയത്. ബിക്കോസ് ആ തോട്ട് പ്രോസസ്സ് ഒന്ന് ആ സമയത്ത് ക്ലാരിറ്റിയോടെ വരണം. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഇതിന് ചെറിയൊരു എറർ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്ത ലീഡ് IAS അക്കാഡമിയാണ്. ഇവിടുത്തെ ക്ലാസ്സസ് ജോയിൻ ചെയ്തതിന് ശേഷം പ്രിലിംസ് ഫോക്കസ് ചെയ്തുള്ള ലോജിക് സെഷൻസ്, അതുപോലെ തന്നെ UPSC ക്ലാസിക്സ്, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് കില്ലർ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ശരത് സാറാണ്. എന്ത് പഠിക്കണം എന്നുള്ളത് മാത്രമല്ലാതെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിലിംസ് ഒരു വലിയ ഡിഫിക്കൽട്ട് സ്റ്റേജ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ഒന്ന് കറക്റ്റ് പേസിൽ കൊണ്ടുപോകാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലീഡിൻ്റെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാമും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് പൊട്ടിയതാണ്. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇപ്പോൾ 3 സ്റ്റേജും കടന്നു വന്നു. അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ശരിക്കും ലീഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രിലിംസ് പാസ്സാവാനുള്ള കാര്യം ഇവിടുത്തെ ശരത് സാറാണ്. ശരത് സാറിൻ്റെ ഗൈഡൻസിലാണ് ഞാൻ പ്രിലിംസിൻ്റെ ടെക്നിക്കെല്ലാം യൂസ് ചെയ്ത് പാസ്സായത്. ശരത് സാറിനെ വഴി വെച്ച് കണ്ടാലും ശരത് സാർ ചോദിക്കുന്നത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണോ, എന്തെങ്കിലും പരാതി ഉണ്ടോന്നാ. പഠിച്ചോ ഒന്നൊന്നുമല്ല, എന്തെങ്കിലും വേണോ എന്നാ ചോദിക്കുന്നത്. ലീഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളിപ്പോൾ ഇന്നിവിടെ ഇരിപ്പുണ്ടായിരിക്കില്ല.